ഹായ് ഫ്രണ്ട്സ്, കിരണാണ് ഫ്രം ഹിപ്പി ക്യാമ്പ്സ്. അപ്പോൾ വാഗമണിലെ ഒരു അടിപൊളി ലക്ഷറി 3 ബെഡ്റൂം പൂൾ വില്ലയാണ് ഞങ്ങൾ നിൽക്കുന്നത് പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ ബാക്കോട്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ വലിപ്പം എന്താണെന്ന്. ഓരോ സ്റ്റെപ്പുകൾ കയറുന്നതോറും ഭയങ്കരമായിട്ടുള്ള സർപ്രൈസുകളുള്ളൊരു മനോഹരമായ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ തേടിയുള്ള യാത്ര നമ്മൾ തുടങ്ങുവാണ്. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നല്ലൊരു ചെറിയൊരു ഗാർഡൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി ഗാർഡനിങ് സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് കുറച്ച് പടവുകളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും പടവുകൾ എങ്ങോട്ടേക്കാണ്, റൂമിലേക്കാണോ? അന്ന് റൂമിലേക്കല്ല, സർപ്രൈസുകളാണ്. പിക്ചർ അബിബി ബാക്കി ഹേ ബായ് ബാ കാണിച്ചു തരാം. അപ്പം ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ വാഗമൺ ടൗണിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട്. അപ്പോൾ ഈരാറ്റുപേട്ട റൂട്ടിൽ നിന്ന് വരുന്ന ആരും ഈ പ്രോപ്പർട്ടി കാണാതെ പോകാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും ഒരു ഹൈറ്റിലാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ നിന്നാണെങ്കിലും നമുക്ക് ആ മനോഹരമായ റോഡൊക്കെ കാണാൻ പറ്റും. വാഗമണിലേക്കുള്ള റോഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആർക്കും ആക്സസ് ചെയ്യാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ സ്ഥലം. അതുപോലെ തന്നെ നോക്കി കോടയൊക്കെ ഉണ്ടോ, കോടയൊക്കെ ഇറങ്ങി വരുവാണ്. ഇനി നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി വരുന്ന ഒരു വലിയ ജിങ്കോ ജാങ്കോ സർപ്രൈസ്. മനോഹരമായ ഒരു അടിപൊളി പൂളാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഇനി മഴയാണെങ്കിലും ഏത് ക്ലൈമറ്റിക്കൽ കണ്ടീഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഇൻഫിനിറ്റ് പൂളാണ്. നിങ്ങൾക്ക് നേരെ മൗണ്ടൻ്റെയും അതുപോലെ തന്നെ മനോഹരമായ വാഗമണിൻ്റെയൊക്കെ റോഡൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ പൂളിൽ അടിച്ച് പൊളിച്ച് തകർക്കാം. പിന്നെ അതുപോലെ തന്നെ പൂളിൻ്റെ ഇവിടെ തന്നെ ഒരു വലിയ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ ഒരു ഫൗണ്ടൻ വരുന്നുണ്ട്. ആ ഫൗണ്ടനോട് കൂടെ ചേർന്ന് തന്നെ നല്ലൊരു അടിപൊളി ഷവർ ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഷവറിങ് അതുപോലെ തന്നെ ഫൗണ്ടൻ പിന്നെ നല്ല ലെങ്ത്തുമാണ്. ആ നല്ല ലെങ്ത്തും ഉണ്ട്. ഇവിടുത്തെ എവിടെ നോക്കിയാലും നല്ല മനോഹരമായ വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് ചിൽ ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ സ്പോട്ട്. അപ്പം ഇവിടെ നിന്ന് ഇനി നമ്മൾ അടുത്ത പടവുകൾ കയറുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഫുൾ പടവുകളാണോ? ആ പടവുകളിലാണ് മക്കളെ സർപ്രൈസുകൾ കംപ്ലീറ്റ് ഇരിക്കുന്നത്. നമ്മൾ നേരെ ഇനി ഈ പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള 2 ബെഡ്റൂം, അതായത് നമ്മൾ പൂളിൻ്റെ ഫ്ലോർ കഴിഞ്ഞ് അടുത്ത ഫ്ലോറിലേക്ക് കയറുമ്പോഴാണ് 2 ബെഡ്റൂം വരുന്നത്. അപ്പം അതും ഹൈ ആൻഡ് ലക്ഷറി ആയിട്ടുള്ള 2 ബെഡ്റൂമിൻ്റെ പ്രോപ്പർട്ടിയുടെ അകത്തേക്ക് നമ്മൾ കയറും. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ മനോഹരമായ ഒരു ലിവിങ് സ്പേസ് ആണ്. ലിവിങ് കം ഒരു ചെറിയ ഷോർട്ട് ഡൈനിങ്ങും ഉണ്ട്. ആൻഡ് ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് വ്യൂ വീണ്ടും അൾട്ടിമേറ്റ് വ്യൂ ആണ് വരുന്നത്. മഞ്ഞ് പുതഞ്ഞു കിടക്കുന്ന വാഗമണിന്റെ മനോഹരമായ താഴ്വരകളിൽ ഒരു ദിവസം എങ്ങനെ ഉണ്ടാവും? അപ്പം ഇവിടെ നമ്മൾ നേരെ ഈ നല്ല മനോഹരമായ ലിവിങ് സ്പേസ്, അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരു ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. ഒരു ചെറിയൊരു ലൈക്ക് അപ്പോൾ കോഫി അങ്ങനെയുള്ള കോഫി മേക്കർ കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. ഒരു ചെറിയ വാഷ് ബേസിൻ വരുന്നുണ്ട്. നല്ല രസകരമായിട്ടാണ്. ആൻഡ് അഗെയിൻ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്, ഞാനിപ്പം സൈലൻ്റ് ആവും, നിങ്ങൾക്ക് ഒരു മ്യൂസിക് കേൾക്കാൻ പറ്റും. ഒരു മനോഹരമായ മ്യൂസിക് എപ്പോഴും ഇവിടെ പ്ലേ ചെയ്ത് വരുന്നുണ്ട്. കാരണം വെച്ചാൽ സെൻട്രലി ഇവർ ഒരു മ്യൂസിക് പ്ലേ ഔട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെയൊക്കെ സ്പീക്കറെ കാണാൻ പറ്റും, അവിടെയൊക്കെ സ്പീക്കറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ചെറിയ ഹൈലൈറ്റ്സ് മാത്രമാണ്. വലിയ ഹൈലൈറ്റ്സ് ഇനിയുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ മുറിയിലേക്ക് കയറാം. അപ്പോൾ ഇവിടെ 2 റൂമാണ് വരുന്നത്. അപ്പോൾ 2 റൂമിനും സെപ്പറേറ്റ് ഡോർ വരുന്നുണ്ട്. ആൻഡ് അഗെയിൻ നമ്മളിവിടെ നേരെ എൻ്റർ ചെയ്യുന്നു. വെൽക്കം. അപ്പോൾ നല്ല വിശാലമായൊരു മുറിയാണ്. ബെഡിങ് ഒക്കെ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ്. കാരണം ഒരു ലൈക്ക് എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ നമ്മളൊരു 4 സ്റ്റാർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹൈ എൻഡ് പ്രീമിയം പ്രോപ്പർട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന എല്ലാ ബേസിക് അമ്യൂണിറ്റീസും വരുന്നുണ്ട്. TV വരുന്നുണ്ട്, കബോർഡ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല സിറ്റിംഗ് സ്പേസ്, അതുപോലെ തന്നെ 2 സൈഡിലും ടേബിൾ വരുന്നുണ്ട്, ആൻഡ് ഈവൻ ലാമ്പ് വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ മനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെയും മിസ്റ്റിൻ്റെയും എല്ലാത്തിൻ്റെയും മനോഹരമായ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും. ആൻഡ് ഇവിടുത്തെ ചെയറൊക്കെ ആണെങ്കിൽ തന്നെ ഇത് സാധാരണ ചെയറൊന്നുമല്ല, നല്ല റിവോൾവിംഗ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ ചെയർ കൂടെയാണ്. ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് വ്യൂ കാണുന്നുണ്ടെങ്കിൽ ഇത് അടുത്ത ഡോറ് തുറന്നു കഴിഞ്ഞാൽ വീണ്ടും മനോഹരമായ വ്യൂ തന്നെ വ്യൂ. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം വാഗമണിൻ്റെ വ്യൂകൾ മാത്രം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റൂം. നമുക്കിനി ഇവിടെ നിന്ന് നേരെ അടുത്ത റൂമിലേക്ക് പോവാം. ആൻഡ് ഓൺ ദ വേയിൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് നേരെ ടോയ്ലറ്റാണ്. ടോയ്ലറ്റൊക്കെ ആണെങ്കിലും ഹൈലി എക്വിപ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. എല്ലാം അൾട്രാ മോഡേൺ ലക്ഷറി അമ്യൂണിറ്റീസ് ആണ് എല്ലാം വരുന്നത്. ഈവൻ ഹെയർ ഡ്രയർ വരെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ എല്ലാം നല്ല വെൽ പ്ലേസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിനി അടുത്ത റൂമിലേക്ക് പോകാം.
വെൽക്കം. അപ്പോൾ ഇതാണ് സെക്കൻഡ് റൂം. അപ്പോൾ സെക്കൻഡ് റൂമിലേക്ക് വെൽക്കം ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഫസ്റ്റ് തന്നെ ഞാൻ ടോയ്ലറ്റ് കാണിച്ചേക്കാം. ഇവിടെയും അതുപോലെ തന്നെ നല്ല കോമ്പാക്റ്റ് ഉള്ള നല്ല മനോഹരമായ ഒരു ടോയ്ലറ്റും കാര്യങ്ങളും വരുന്നു. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ റൂമിലേക്ക് വരികയാണ്. ഇവിടെ റൂം എന്ന് പറഞ്ഞാൽ നല്ല സ്പേഷ്യസ്, മറ്റേ റൂം പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഓൺലി വൺ തിങ് ദാറ്റ് ഇവിടെ നിന്നാണെങ്കിലും നമുക്ക് വ്യൂവും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ എല്ലാ റൂമിനും AC ഉണ്ട് കേട്ടോ, AC ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നാണെങ്കിലും വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. വീണ്ടും വാഗമണ്ണിൻ്റെ മഞ്ഞിൽ പൊതിഞ്ഞ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം. മഞ്ഞ് പോകണോ, മിസ്റ്റ് പോകണോ, ആ മിസ്റ്റൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബെഡ്റൂമിൽ തന്നെ നിന്ന് മോർണിംഗ് എണീക്കുമ്പോഴും വൈകുന്നേരങ്ങളിലെല്ലാം ഈ മിസ്റ്റൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ആൻഡ് 2 റൂമിലും AC വരുന്നുണ്ട്, AC ഉണ്ട്, ഫാനുണ്ട്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും. ഇനി അപ്പോൾ ഈ ഫ്ലോർ കഴിഞ്ഞു. ഇനി നമ്മളിവിടെ നിന്ന് അപ്പോൾ ഇനി ഇവർ നമ്മുടെ അടുത്ത ഫ്ലോറിലേക്ക് പോവാണ്. കാരണം വേറെ ഒന്നുകൂടല്ല, അടുത്ത ഫ്ലോറിലാണ് ഇനി അടുത്ത ബെഡ്റൂം വരുന്നത്. ആ ബെഡ്റൂം മാത്രമല്ല, ആ ബെഡ്റൂമിന് ബെഡ്റൂം കം ലോട്ട് ഓഫ് സർപ്രൈസ്. അത് മുഴുവൻ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ, ബാ. ലിവിങ്ങിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ ഈ പടവുകളൊക്കെ തേടി നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ 3rd റൂമിലേക്ക് എത്തുവാണ്. ആൻഡ് 3rd റൂമാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് സർപ്രൈസ്. അതുമാത്രമല്ല, നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കോ, കോടമഞ്ഞിൻ ഓഹോ താഴ്വരയിൽ ഓഹോ വാഗമണ്ണ് പൂക്കുമ്പോൾ താനന്ന. അപ്പൊ നമുക്കിനി ഈ മുറിയുടെ അകത്തേക്ക് കയറാം. നല്ല അടിപൊളി ലക്ഷറി ആയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ. അപ്പോൾ എന്ത് സംഭവമാണ്, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വുഡൻ കോട്ടേജിൻ്റെ ഫീലാണ്. ലൈക്ക് നമ്മളിപ്പം ഇങ്ങനത്തെ ഞാൻ കാണണമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ശ്രീനഗർ അല്ലെങ്കിൽ മണാലിയിലൊക്കെയുള്ള ഹൈ എൻഡ് പ്രീമിയം കാറ്റഗറി റൂംസ് ഉണ്ട്. അവരുടെ സാധാരണ വെച്ചാൽ വുഡൻ കോട്ടേജ് ആയിരിക്കും. അതുപോലത്തെ ഒരു ഫീലാണ്. കാരണം അത്രയും, കാരണം പക്ഷേ അതിനും ഇത്രയും സൈസ് വരില്ല കേട്ടോ. കാരണം ഇതൊരു അൾട്ടിമേറ്റ് സൈസാണ്. ആ സൈസിന് വേറെ വലിയ പ്രത്യേകതയുണ്ട്. കാരണം ഇതൊരു ബെഡ്റൂമായിട്ടും ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ബെഡ്റൂം മാത്രമല്ല, വേറെ ഒരുപാട് പരിപാടികളായിട്ട് ആക്ട് ചെയ്ത് നടത്തുന്നുണ്ടോ. ഒരു ബില്ലിയാർഡ്സ് ടേബിൾ വരുന്നുണ്ട്. ഏത് ബെഡ്റൂമിൻ്റെ അകത്തെ ബില്ലിയാർഡ്സ് ടേബിൾ. അതുപോലെ തന്നെ ഒരു സൂപ്പർ ഡൂപ്പർ ബെഡിങ്. അത് തന്നെ റൗണ്ട് ബെഡാണ്, സൂപ്പർ ബെഡിങ് ആണ്. ഇവിടെ നിന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് വ്യൂ ഉണ്ടോ, എൻ്റെ ബാക്കിലേക്കാണെങ്കിൽ തന്നെ മനോഹരമായ വ്യൂ ആണ്. അതുപോലെ തന്നെ സൈഡിലാണെങ്കിൽ നോക്കിയോ, വീണ്ടും കോടമഞ്ഞിൻ ഓഹോ വീണ്ടും. അതുപോലെ തന്നെ ഇവിടെ ഒരു TV പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അടിപൊളി മ്യൂസിക് സിസ്റ്റം, അത് നമ്മൾ കാണിച്ചു തരാം. അതുകൂടാണ്ട് ക്യാരം ബോർഡ് വരുന്നുണ്ട്. ഈവൻ ക്യാരം ബോർഡിൻ്റെ അവിടെ നിന്നാണെങ്കിലും നമുക്ക് നല്ല വ്യൂ ആണ്. സ്ട്രൈക്കർ 2 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ വ്യൂ കാണാം. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു സോഫ വരുന്നുണ്ട്, സിറ്റിംഗ് സ്പേസ്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള മിനി കോമ്പാക്ട് ഒരു കിച്ചൺ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനോ അങ്ങനെയുള്ള പരിപാടികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കട്ടൻ കാപ്പി കുടിക്കാനോ അങ്ങനെ എന്ത് പരിപാടിക്കാണെങ്കിലും അതിനുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബെഡ്റൂമാണ്. ആൻഡ് ആസ് എ സെയിം ടൈം ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ ഗ്യാദർ ചെയ്യാനും എല്ലാ പരിപാടികളും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ സ്പോട്ടും കൂടെയാണിത്. ഇതാണെങ്കിൽ അവിടെ ഒരു മ്യൂസിക് സിസ്റ്റമൊക്കെ ഇങ്ങനെ നമ്മൾ ശബ്ദിച്ചാൽ അതിനനുസരിച്ച് റെഡി ആയിട്ട് നിൽക്കുന്ന മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും അൾട്ടിമേറ്റുള്ള സംഭവമാണ്. ലൈറ്റിംഗ് എല്ലാം ഉണ്ടാവും, നല്ല സൂപ്പർ ലൈറ്റിംഗ് കാര്യങ്ങൾ. ആൻഡ് അഗെയിൻ വൺ മോർ തിങ്, നമ്മൾ നേരെ ഇവിടെയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും പേടിക്കേണ്ട, നല്ലൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ടോയ്ലറ്റും വരുന്നുണ്ട്. അപ്പോൾ 3rd റൂമിൻ്റെതായിട്ടുള്ള എല്ലാ സെറ്റപ്പും, അതായത് ബെഡിങ്, ടോയ്ലറ്റ് അങ്ങനെ എല്ലാം വരുന്നുണ്ട്. ആൻഡ് ആസ് എ സെയിം ടൈം ഇതിനൊരു വലിയൊരു പാർട്ടി ഹോളും കൂടെ നമ്മൾ ആക്കാൻ പറ്റും. അപ്പോൾ ഫാമിലിയൊക്കെ വരുമ്പോൾ ഗ്യാതറിംഗ് കംപ്ലീറ്റ് ഇവിടെ ആയിരിക്കും. കിടക്കൽ മാത്രം താഴെയും ഇവിടെയൊക്കെ തന്നെ, പക്ഷേ കംപ്ലീറ്റ് ഗ്യാതറിംഗ് ഇവിടെ ആയിരിക്കും. സൂപ്പർ ഡ്യൂപ്പർ അല്ലേ, ഫുൾ ഓൺ മസ്തി. ഇന്റീരിയർ മാത്രമല്ല, അപ്പോൾ അതുപോലെ തന്നെ മനോഹരമായ ഒരു എക്സ്റ്റീരിയർ ഉണ്ട്. നിങ്ങൾക്ക് ഈവനിങ്ങിലൊക്കെ ആണെങ്കിലും ഒരു ചെറിയ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനും ബാർബിക്യൂനും അതുപോലെ തന്നെ ഇരിക്കാനൊക്കെ ആണെങ്കിലും ഒരു ഗ്ലാസ് ഡെക്ക് പോലത്തെ ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെയാണെങ്കിൽ താഴേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ ഒരു പേടിയുണ്ട്, പക്ഷെ വലിയ പേടിയില്ല. ഇവിടെ നിന്നാണെങ്കിലും മനോഹരമായ മൗണ്ടൻ ഏരിയ, അത് അങ്ങോട്ട് നോക്കി കോടമഞ്ഞ് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്ന തലോടി തടിയിൽ പോകുന്ന ഭാഗങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങോട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ നമുക്ക് ഇവിടെ നിൽക്കാം. കാരണം റോഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രാറ്റുവിട്ടെന്ന് ഒരാൾ പോലും നമ്മളെ കാണാണ്ട് പോകില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ മനോഹരമായ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ താമസിക്കാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ കിപ്പി ക്യാമ്പ്സിനെ വിളിച്ചോ, ബാക്കി എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തു.